എല്ലാവർക്കും നമസ്കാരം. ഒരു വീടിൻ്റെ പ്രധാന ഡോറിൻ്റെ സ്ഥാനം തെറ്റിയാൽ, അതായത് വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ആ ഒരു ഉമ്മറ വാതിലിൻ്റെ സ്ഥാനം തെറ്റിയാൽ എന്താണ് കുഴപ്പം? അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, അതുകൊണ്ട് അപകടകരമായിട്ടുള്ള ദോഷമൊന്നുമില്ലെങ്കിൽ പോലും ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് യാതൊരു ഉയർച്ചയും സ്വൈര്യവും കിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, യാതൊരു കാരണവശാലും ഇന്നത്തെ ഈ വിഷയത്തിൽ തലയും വാലുമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ ഒരിക്കലും പറയില്ല. പകരം വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് അല്ലെങ്കിൽ അറിവുകളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീടിൻ്റെ പ്രധാന വാതിലായിട്ടുള്ള ഈ മെയിൻ ഡോറിന് എങ്ങനെയാണ് ആ ഒരു പ്രാധാന്യം വരുന്നത് അല്ലെങ്കിൽ വരുത്തുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ വാസ്തുവിദ്യയിൽ നല്ല പരിജ്ഞാനമുള്ള, അതായത് നല്ല അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തിയെ കൊണ്ടായിരിക്കണം ആ വീടിൻ്റെ സ്ഥാനം കാണിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആരെ കൊണ്ട് വേണമെങ്കിലും ഈ സ്കെച്ചും പ്ലാനും വരപ്പിച്ച് വീട് നിർമ്മിക്കാം. പക്ഷേ ഈ വീട് വയ്ക്കാൻ സ്ഥാനം കാണുന്നത് ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ വാസ്തുശാസ്ത്രത്തിൽ നല്ല പരിചയമുള്ള ഒരു വ്യക്തിയെ കൊണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഒരു യഥാർത്ഥ വാസ്തു വിദഗ്ധൻ ഒരു വീട് വയ്ക്കാൻ വേണ്ടി കുറ്റിയടിക്കുമ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവിടെ കുറ്റി വയ്ക്കുകയുള്ളൂ. അതിലൊന്നാമത്തേത് സൂര്യപ്രകാശം, രണ്ടാമത്തേത് കുടിവെള്ളം, അതായത് ജലസ്രോതസ്, മൂന്നാമത്തേത് വായുസഞ്ചാരം. ഈ പറഞ്ഞ 3 ഘടകങ്ങളാണ് ഒരു വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വീടിനെ എല്ലായ്പ്പോഴും ജീവസുറ്റതാക്കി നിർത്തുന്നത്, അല്ലെങ്കിൽ എനർജറ്റിക്കാക്കി നിലനിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ 3 അനുഗ്രഹങ്ങളും ഏത് വീട്ടിൽ സുഭിക്ഷമായി അല്ലെങ്കിൽ സുലഭമായി ലഭിക്കുന്നുണ്ടോ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞതിൽ ഒന്നാമത്തേത്, ഒരു വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നത് വെളിച്ചത്തിൽ നിന്നും, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ്. അങ്ങനെ നോക്കുമ്പോൾ വീടിൻ്റെ ദർശനം കിഴക്ക് ദർശനമായിട്ട് വരികയാണ് ഏറ്റവും ഉത്തമം. എന്ന് വെച്ചാൽ പ്രധാന ഡോർ കിഴക്ക് ദർശനമായിട്ട് വരണമെന്ന് സാരം. എന്നാൽ ചില ഭൂമിയുടെ കിടപ്പനുസരിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാന ഡോർ കിഴക്ക് ദർശനമായിട്ട് നമുക്ക് വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ചില ഉപാധികളോടുകൂടി ഈ പ്രധാന ഡോർ മറ്റ് 3 ദിശകളിൽ വെച്ച് ഏതാണോ അനുയോജ്യമായിട്ടുള്ള ആ ഒരു ദിശ, ആ ദിശയിലേക്ക് തിരിച്ചു വയ്ക്കാവുന്നതാണ്. അതിൽ തെറ്റില്ല. പക്ഷേ വീട്ടിലേക്കുള്ള എനർജി തടസ്സപ്പെടാതെ അതിനുള്ള മാർഗം ആശാരി അവിടെ ആ സമയം ചെയ്തിട്ടുണ്ടാകും. ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ താമസയോഗ്യമായ ആ ഒരു വീട് വേറെ, എലിപ്പൊത്ത് വേറെ. ഈ എലി പൊത്തുണ്ടാക്കുന്നത് അതിന് തോന്നിയതുപോലെയാണ്. ഇത് പറയാൻ കാരണം, ഈ എലിയെ സംബന്ധിച്ച് അതിന് വെള്ളവും വെളിച്ചവും ആവശ്യമില്ല, വായുസഞ്ചാരം മാത്രം കിട്ടിയാൽ മതി. എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ നമുക്ക് ഓജസ്സും തേജസ്സോടും കൂടി ജീവിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ആ 3 ഘടകങ്ങൾ കൂടിയേ തീരൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാശാരി വീടിൻ്റെ സ്ഥാനം കാണുമ്പോൾ ആദ്യം അദ്ദേഹം നോക്കുന്നത് ആ ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ്. അത് പറയാൻ കാരണം, ഈ സൂര്യൻ കിഴക്ക് ദിക്കിലാണ് ഉദിക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പകരം അതിനനുസൃതമായ രീതിയിൽ മറ്റെല്ലാ ഘടകങ്ങളും ക്രമീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത് പ്രകാരം നോക്കുമ്പോൾ ഒരു വീടിൻ്റെ പ്രധാന ഡോറിൽ കൂടിയാണ് സൂര്യപ്രകാശമായ ലൈറ്റ് എനർജി വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്ന് വെച്ചാൽ നേരിട്ട് സൂര്യൻ വീടിനകത്തേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് തീവ്രത അധികം ചോർന്നു പോകാതെ പരമാവധി അത് വീടിനകത്തേക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രകാശോർജ്ജം വീടിനകത്തേക്ക് യഥേഷ്ടം ലഭിച്ചാൽ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് തലവേദന, മാനസിക അസ്വസ്ഥതകൾ തുടങ്ങിയ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതല്ല. ഇനി അടുത്തത്, രണ്ടാമത്തേത് ജലസ്രോതസ്. ആശാരി രണ്ടാമത് നോക്കുന്നത് ആ പ്രദേശത്തെ ആകമാനമുള്ള ആ ഒരു ലാൻഡ്മാർക്കാണ്. ഈ പറഞ്ഞ ലാൻഡ്മാർക്ക് കൃത്യമായി മനസ്സിലാക്കാതെ കിണർ കുഴിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ആ കിണറിൽ നിന്നും വേനൽക്കാലങ്ങളിൽ ലഭിക്കില്ല. അതായത് കുംഭം, മീനം, മേടം മാസങ്ങളിൽ നിങ്ങൾ കുടിവെള്ളം പണം കൊടുത്ത് മേടിക്കേണ്ടി വരും എന്ന് സാരം. അപ്പോൾ ഇവിടെ ആശാരി ഇതിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയുടെ നീരൊഴുക്ക് അത് എങ്ങോട്ടാണെന്ന് നോക്കി മനസ്സിലാക്കും. ഇതറിയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ആ ഭൂമിയുടെ ലാൻഡ്മാർക്ക് കണക്കാക്കിയാണ്
ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഈ താഴ്ന്നോടത്തെ നീരോടു. എന്നാൽ ഈ ഒരു ചൊല്ല് പോലെ ഭൂമിയുടെ സ്ലോപ്പ് എങ്ങോട്ടാണ് കിടക്കുന്നത് അങ്ങോട്ടാണ് അടിയൊഴുക്കുണ്ടാവുകയുള്ളൂ. പ്രത്യേകം ഓർക്കുക, ഈ പറഞ്ഞത് ഈ ഭൂഗർഭജലത്തിൻ്റെ അടിയൊഴുക്കാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഈ നാഡീഞരമ്പുകൾ പോലെ ഭൂമിയുടെ ഉൾപ്പാളികളിൽ നീർച്ചാലുകളുണ്ട്. അതിൽ കൂടിയാണ് ഉറവകൾ കിണറിൽ പൊട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ ജലത്തിൻ്റെ സ്രോതസ്സ് ആശാരി മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തേത് വായുപ്രവാഹം. ഇത് പ്രധാനമായി മനസ്സിലാക്കുന്നത് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ഏത് ഭാഗത്താണ് കടൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് പറയാൻ കാരണം കാറ്റിൻ്റെ ഉത്ഭവസ്ഥാനം കടലിൽ നിന്നാണ്. നമ്മളെ സംബന്ധിച്ച് അറബിക്കടലും ബംഗാൾ ഉൾക്കടലുമാണ് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാസ്തുശാസ്ത്രം മനസ്സിലാക്കിയാണ് വീടിന് ജനലുകളും വാതിലുകളും ഏതേത് ദിക്കിൽ വരണമെന്ന് ആശാരി നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇന്നത്തെ വിഷയത്തിലെ പ്രസക്തമായ ആ ഒരു ചോദ്യം, അതായത് വീടിൻ്റെ പ്രധാന ഡോറിൻ്റെ സ്ഥാനം തെറ്റിയാൽ അതിലേക്ക് തൊടാതെ അതിന് പരിഹാരമുണ്ട്. എന്താണ് ആ പരിഹാരം എന്നാണ് തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഈ 3 ഘടകങ്ങൾ നോക്കാതെ വീട് നിർമ്മിച്ച ആളുകളും ധാരാളം ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിഹാരങ്ങൾ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം യാതൊരു കാരണവശാലും അടച്ചു മൂട്ടി കെട്ടിയിടാൻ പാടുള്ളതല്ല. അത് ഓപ്പണായിരിക്കണം. അതായത് കിഴക്ക് ദിക്കിൽ വീടിൻ്റെ ആ ഒരു പ്രധാന ഡോർ വരികയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗം നിങ്ങളുടെ അടുക്കള വാതിൽ അല്ലെങ്കിൽ ഒരു വെന്റിലേഷൻ ജനൽ അവിടെ ഉണ്ടായിരിക്കണം. ഇനിയൊരു പക്ഷേ കിഴക്ക് ദർശനമായി നിങ്ങൾക്ക് പ്രധാന വാതിൽ വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. കിഴക്ക് പ്രധാന വാതിൽ വരേണ്ട ആ ഒരു സ്ഥാനത്ത് ഒരു 2 പാളി ജനലോ അല്ലെങ്കിൽ ഒരു 3 പാളി ജനലോ വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വെന്റിലേഷൻ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ വായുവും വെളിച്ചവും യാതൊരു കാരണവശാലും തടസ്സപ്പെടുന്നില്ല. മാത്രവുമല്ല, ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രധാന ഡോർ എവിടെ വേണമെങ്കിലും വന്നോട്ടെ, അത് നിങ്ങളെ ഒരു രീതിയിലും ബാധിക്കില്ല. പക്ഷേ ഈ ഒരു പാസേജ് കൊടുക്കുന്ന കാര്യം യാതൊരു കാരണവശാലും മറന്നു പോകരുത്. ഇതാണ് ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ ഒരു പുതിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഴിവതും കിഴക്കോട്ട് ദർശനമായി പ്രധാന വാതിൽ വരുന്ന രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.